2018 മാർച്ച് 22-ാം തീയതി വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി ഇറങ്ങിയ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയ ജസ്ന എവിടെയോ പോയി മറഞ്ഞു. എവിടെയാണെന്ന് ആർക്കും ഒരു തുമ്പുമില്ല. അതിൻ്റെ യഥാർത്ഥത്തിൽ ആ അന്വേഷണം എന്നൊക്കെ പറയുന്ന അന്ന് അത്രത്തോളം കാര്യക്ഷമമായിട്ട് ആ ദിവസങ്ങളിലൊന്നും നടന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ആ CCTVകളും ഒക്കെ പരിശോധിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ കുറേ തെളിവുകളെങ്കിലും ശേഖരിക്കാമായിരുന്നു. ആ തെളിവുകളൊന്നും ശേഖരിക്കാൻ പറ്റാതെ പോയി. ജസ്ന എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് വളരെ വലിയ അന്വേഷണങ്ങളൊക്കെ പിന്നെ നടത്തി. കാരണം പിന്നെ കാലം കഴിയും തോറും ഇതിൻ്റെ എല്ലാ തെളിവുകളും മറഞ്ഞു പോകും. ജസ്നയുടെ പിതാവ് ഇപ്പോഴും ജസ്നയെ കാത്തിരിക്കുകയാണ്, കുടുംബം. അവരുടെ ധാരണ ജസ്ന എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചു വരും എന്നുള്ളതാണ്. ആ മോള് തിരിച്ചു വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിലുമൊക്കെ ഇപ്പോൾ ഈ കാണാതാകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാട് കൂടുകയാണ്. ഈ കാണാതാകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതിന് നമ്മളൊന്നും ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. കാരണം ഓരോ ആളുകൾ ഓരോ സ്ഥലത്തോട്ട് ഇറങ്ങി പോകും. പലപ്പോഴും തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ അത് ഒരു വലിയ ഒഫൻസായിട്ട് മാറും. ചിലപ്പോൾ അബ്ഡക്ഷൻ അല്ല കിഡ്നാപ്പിങ്ങോ അബ്ഡക്ഷനോ ഒക്കെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നടപടിയെടുക്കേണ്ടത് പോലീസാണ്. പക്ഷേ ഇവിടെ കാണാതെ പോകുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് വലിയ അന്വേഷണമൊന്നും പിന്നെ നടക്കത്തില്ല പലപ്പോഴും. കാരണം ഒന്നാമത് പോലീസിന് എടുക്കാത്ത പൊങ്ങാത്ത ഭാരമാണ്. ലാൻഡ് ഓർഡർ നമ്മൾ കാണാം. നവകേരള സദസ്സുമായിട്ട് നടക്കുമ്പോൾ പോലീസിന് എവിടെ ഇതിനൊക്കെ സമയം കിട്ടുന്നത്? മന്ത്രിമാരെ രക്ഷിക്കണ്ടേ? അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഈ ജനങ്ങളെ സംരക്ഷിക്കാനൊന്നുമുള്ള സമയം പോലീസിന് കിട്ടത്തില്ല. അപ്പോൾ അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് അവർ വീർപ്പ് മുട്ടുകയാണ് അവരുടെ ജോലിഭാരം കൊണ്ട്. അങ്ങനെ ഉണ്ട്, അതില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അതിനിടയിൽ കേസ് അന്വേഷണങ്ങൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്രിമിനൽ കേസുകളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ അനുസരിച്ച് 5100 കേസുകൾ കൂടുതലാണ് ഇപ്രാവശ്യം. അത് രണ്ട് വിധത്തിലും വരാം. ഒന്ന് ക്രൈം കൂടുന്നത്, പിന്നെ രണ്ട് ക്രൈം ഡിറ്റക്ഷൻ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പരാതിപ്പെടുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾക്ക് ഇവിടെ കൂടുതലാണെങ്കിൽ ക്രൈമിൻ്റെ എണ്ണം കൂടും, കുറ്റമല്ല. അതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടിയാലോ അതും എണ്ണം കൂടും. പ്രത്യേകിച്ച് ഇവിടെ വധശ്രമത്തിൻ്റെയൊക്കെ കേസുകൾ ഒരുപാട് എണ്ണം കൂടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നമ്മൾ പറയാനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് എന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ DYFIക്കാർക്കോ അതുപോലുള്ള ഗുണ്ടകൾക്കോ ഒക്കെ ആരെയും കയറി അടിക്കാം. കാര്യം മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ്. ഒരുത്തനും കൊണ്ട് ചാടാൻ പോകും, അവന് ആത്മഹത്യ ചെയ്തു കളയും. അതുകൊണ്ട് അവനെ പിടിച്ചു മാറ്റണം. അപ്പം പിടിച്ചു മാറ്റി കൊടുക്കാനായിട്ട് പോലീസുകാർ അവരെ എടുത്തിട്ട് ചവിട്ടി തേക്കാനായിട്ട് ചവിട്ടി കൂട്ടാനായിട്ട് ഈ കുറേ തെരുവുണ്ടകളെ പോലെ നടക്കുന്ന കുറേ ആളുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുടനെ വധശ്രമത്തിൻ്റെ എണ്ണം കൂടും. കാരണം അതായത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം കൂടുമ്പോൾ വധശ്രമത്തിലുള്ള കേസുകളുടെ എണ്ണമൊക്കെ കൂടും. പിന്നെ കേസുകളുടെ എണ്ണം കൂടുന്നത് പോലീസിൻ്റെ കുറ്റമാണോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയാൻ ഒക്കത്തില്ല. ആളുകളുടെ സ്വഭാവവൈകല്യം ഉണ്ട്, സ്വഭാവവൈകൃതമുണ്ട്. പിന്നെ ആ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ആർക്കും എന്ത് ആകാം എന്നൊരു കാഴ്ചപ്പാട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്തും ചെയ്യാം. ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള ഗുണ്ടാപ്രവർത്തനത്തിന് ന്യായീകരിക്കാൻ പോകുമ്പോൾ അവർക്കൊരു ലൈസൻസാണ്. ആരെ എടുത്തിട്ട് അടിക്കാം, ആരെ എടുത്തിട്ട് ചവിട്ടാം, കനാലിൽ പിറകെ എറിയാം, ഒരു കുഴപ്പമില്ല. ആ രീതിയിലേക്ക് വരുന്ന ഉടനെ ക്രൈമിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഇതേപോലുള്ള മാതൃകാപരമായ രക്ഷാപ്രവർത്തനങ്ങൾ മൂലം കേസിൻ്റെ എണ്ണം കൂടും, ഒരുപാട് എണ്ണം കൂടും. പിന്നെ നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതൽ സാക്ഷരത ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ 100% സാക്ഷരത എന്ന് പറയുന്നത് അതൊന്നുമില്ല. ഒന്നും എഴുതാനും വായിക്കാനും അറിയാൻ പറ്റാത്തവരെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ സാക്ഷരത കൂടുതലാണെന്നുള്ളതിന് ഒരു സംശയം വേണ്ട സ്ഥലങ്ങളെ നോക്കുമ്പോൾ. മാത്രമല്ല ഇവിടെയുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ വ്യവഹാര കുതുകികൾ എന്ന് വേണം പറയാൻ. അവർക്ക് വ്യവഹാരം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്. അത് ക്രിമിനൽ വ്യവഹാരമായാലും
സിവിൽ വ്യവഹാരമായാലും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് അവരങ്ങ് ഇറങ്ങും, പടപൊരുങ്ങും. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ക്രൈം ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ കോടതിയിൽ കേസുകൾ ഒരുപാടെണ്ണം വരും. അപ്പോൾ അത് പോലീസിൻ്റെ കുഴപ്പമൊന്നുമല്ല പലപ്പോഴും ഈ ക്രൈം കൂടുന്നത്, അത് ആളുകളുടെ ആ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇപ്പോൾ പിന്നെ നമുക്കിവിടെയൊക്കെ ഒരുപാട് അത്രത്തോളം ഒഫൻസ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചൊക്കെ ഒരുപാട് ഒഫൻസുകളുണ്ട്. ഈ ഒഫൻസുകൾ പല രാജ്യങ്ങളും അതൊന്നും ഒഫൻസല്ല. ഉദാഹരണമായിട്ടിപ്പോൾ നമ്മൾ നോക്കിയാൽ ഹോളണ്ട്, അതായത് നെതർലാൻഡ്സ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കടകളിൽ നിന്ന് ഹഷീഷ് വാങ്ങിക്കാൻ കിട്ടും, കഞ്ചാവ് വാങ്ങിക്കാൻ കിട്ടും. അത് അവിടെ ഇരുന്ന് പരസ്യമായിട്ടിരുന്ന് വലിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിലോ വലിയ ഗ്രേവായിട്ടുള്ള ഒഫൻസ് അല്ലേ അത്. അപ്പോൾ അവിടെ ജയിലുകളെന്ന് പറയുന്നതൊക്കെ ഇപ്പം മാറ്റി, അതായത് ജയിലുകളൊക്കെ അടച്ചു പൂട്ടുകയാണ്. അവിടെ അതൊന്നും ഒരു കാര്യമില്ല എന്ന്, കാരണം ജയിലിൽ ആളില്ല എന്നൊക്കെ പറയുന്നു. അവിടെ ക്രൈം റേറ്റ് വളരെ കുറവാകുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ കാരണം എന്താ? ഇതൊന്നും അവിടെ ക്രൈമല്ല. ഇതേപോലെ പല കാര്യങ്ങളും അവിടെ ക്രൈമല്ല. ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെ ഇരുന്ന് വലിക്കും ആളുകൾ, ഒരു കുഴപ്പമില്ല, അവർക്ക് ഉപയോഗിക്കാം. 18 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 18 വയസ്സിന് മുമ്പ് ചെയ്യാൻ പാടില്ല. ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ഈ സെക്സ് ബ്രോത്തൽ അതൊക്കെ പരസ്യമായിട്ടാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന ഒരാളുകൾ പ്രദർശിപ്പിക്കും. ഓൾഡ് സ്ട്രീറ്റിലൊക്കെ നമ്മൾ പോയാൽ കാണാം. നമ്മൾ ആംസ്റ്റർഡാമിൽ ഓൾഡ് സ്ട്രീറ്റിലൊന്ന് പോയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊന്നും അവിടെ ക്രൈമല്ല. ആളുകളെ ഈ സെക്സ് മ്യൂസിയം പോലെ ഉണ്ട്, സെക്സ് തിയേറ്റേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒഫൻസ് അല്ല. അത് കാരണം എന്താ? ക്രൈം അവിടെ കുറവാണെന്ന് നമ്മൾ പറയും. എന്താ കാര്യം? ക്രൈം ഇല്ല. ക്രൈം ഉണ്ടായാലല്ല ഈ കേസാവുള്ളൂ. അപ്പോൾ ഒരു ക്രൈം ഒരു കുറ്റമല്ല ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാടെണ്ണമുണ്ട്. പക്ഷേ അവിടെ കൊലപാതകങ്ങൾ അതൊക്കെ കുറവാണ് കേട്ടോ, അതൊക്കെ വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഇതേപോലുള്ള എണ്ണം എന്ന് പറയുമ്പോൾ എണ്ണം കൂടുന്നതിൻ്റെ ഒരു മുഖ്യ കാരണമെന്ന് പറയുന്നത് ഇതുപോലെ ഒഫൻസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്ത്. അതുകൊണ്ടാണ് എണ്ണം കൂടുന്നത്. അത് കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ, അതായത് ഈ അന്വേഷണം ഇതൊക്കെ നടക്കണം. അതിനു വേണ്ടിയുള്ള പോലീസ് മെഷീനറി, പോലീസ് ഫോഴ്സ് ഒന്നും നമുക്കില്ല യഥാർത്ഥത്തിൽ. ഇവിടെ നോക്കാൻ ഇൻവെസ്റ്റിഗേഷന് എല്ലാം ഒന്നും അന്വേഷിച്ച് പോകാനുള്ള പോലീസ് ഫോഴ്സ് ഒന്നും നമുക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം. ഇവിടെ പണമില്ല, അതിൻ്റെ കൂടി ഈ ക്രൈം കൂടിക്കൊണ്ടിരിക്കും. ഒരു കാര്യമല്ല പറയുമ്പോൾ ഇനി അത് കൂടുകയുള്ളൂ. ഇനി ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ നവംബർ വരെയുള്ള കണക്കാണ് ഇത് കണ്ടത്. അപ്പോൾ അതും കഴിഞ്ഞാണ് ഈ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം കൂടിയത്. അപ്പോൾ അങ്ങനെ വരും എന്നുണ്ടെങ്കിൽ ഇനി എണ്ണം ഒരുപാട് കൂടും. ഈ ഡിസംബറൊക്കെ ഒന്ന് കണക്കെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്, അതിന് സംശയമില്ല. കാരണം ഇതുപോലുള്ള രക്ഷാപ്രവർത്തനം വരുമ്പോൾ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് അവർക്ക് ലൈസൻസ് കൊടുത്ത് അവരെ ഇറക്കി വിടരുത്. പിന്നെ ശരിയായ രീതിയിലുള്ള അന്വേഷണം ക്രിമിനൽ കേസുകളിൽ നടക്കണം. മാത്രമല്ല ഇതുപോലെ ആളുകളുടെ തിരോധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മനുഷ്യനങ്ങ് പോവുകയാണ്, അയാൾ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോവുകയാണ്. എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വയ്യ. അതിന് ഏറ്റവും നൊമ്പരപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ബന്ധുക്കൾ, അടുപ്പക്കാരും സുഹൃത്തുക്കളും അല്ലേ. അപ്പം നമ്മളത് അവരുടെ ആ വിഷമം ഒന്ന് തിരിച്ചറിയണം. അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ല. അപ്പോൾ ആ പിതാവും ഒക്കെ ഇപ്പോഴും ആ പെൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിന് എവിടുന്നെങ്കിലും അതിനെ കണ്ടുപിടിച്ച് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.